നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ലെയർ മാട്രിക്സ് 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എക്സിസ്റ്റിംഗ് സിംഗിൾ ഫാമിലി റെസിഡൻസ് സെയിം പ്ലോട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 3ാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, നിങ്ങളുടെ സംശയങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ സംഭവം കഴിഞ്ഞു. അടുത്ത റാംപ്സ് ഇൻ പ്ലേസ് ഓഫ് ലിഫ്റ്റ്. ലിഫ്റ്റിന് പകരം നൽകുന്ന റാമ്പുകളാട്ടോ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലുള്ള സംഭവങ്ങളാണ്, അത് നമുക്ക് വേണ്ട. എസ്കലേറ്റർ വേണ്ട. ഓക്കെ, അടുത്ത സാനിറ്റേഷൻ ഫെസിലിറ്റീസാണ്. റെക്റ്റാങ്കിൾ എടുക്കുക. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ DA ടോയ്ലറ്റ് കാണിച്ചിട്ടുണ്ട്, അത് റെക്റ്റാങ്കിൾ എടുത്ത് വരയ്ക്കുക. ഗ്രൗണ്ട് ഫ്ലോറിൽ വാഷ് ബേസിന് കാണിച്ചിട്ടുണ്ട്, വരയ്ക്കുക. ഫസ്റ്റ് ഫ്ലോറിൽ വാഷ് ബേസിന് മാത്രമേ ഉള്ളൂ, കാണിക്കുക. സെക്കൻഡ് ഫ്ലോറിൽ ലേഡീസ് ടോയ്ലറ്റ് വരച്ചിട്ടുണ്ട്. ഇതൊക്കെ ടോയ്ലറ്റിൻ്റെ ഒക്കെ ഒന്നിച്ച് ലെയർ കൊടുക്കുക, എന്നിട്ട് കളർ കോഡാണ് കേട്ടോ, ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഒക്കെ മനസ്സിലാവാൻ. യൂറിനൽസ് കൊടുക്കുക. വാഷ് ബേസിൻ കൊടുക്കാം. ജെൻസ് ടോയ്ലറ്റ് ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് വരയ്ക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും കളർ 2, ഇൻഡെക്സ് കളർ 2 ആണ് ഫീമെയിൽ, 1 ആണ് മെയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മാച്ച് കൊടുക്കുന്നത് ശരിക്കും 1 ആണ്, പിന്നെ നമ്മൾ നമ്പർ മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബ്ലോക്ക് 1ൻ്റെ വാട്ടർ ക്ലോസറ്റ് ഗ്രൗണ്ടിൽ വരുന്ന DA ടോയ്ലറ്റ് ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ വാഷ് ബേസിന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഫ്ലോറിലാണ് പിന്നെ നമുക്ക് ടോയ്ലറ്റ്സ് വരുന്നത്, വാട്ടർ ക്ലോസറ്റ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ളത് ഓരോന്നും മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് ഫ്ലോറിലെ വാട്ടർ ക്ലോസറ്റ് മാച്ച് ചെയ്ത് കൊടുത്തു. അടുത്ത വാഷ് ബേസിനും സെക്കൻഡ് ഫ്ലോറിലുള്ളതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത യൂറിനൽസും സെക്കൻഡ് ഫ്ലോറിലാണ്. യൂറിനൽസ് മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കണ്ടോ, സ്പെഷ്യൽ വാട്ടർ ക്ലോസറ്റ് എന്നിട്ട് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ അത് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ വാഷ് ബേസിന് വരുന്നുണ്ട്. അത് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത് ഫസ്റ്റ് ഫ്ലോറിൽ വാഷ് ബേസിന് വരുന്നുണ്ട്. അത് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കളർ 2 ആണ് ലേഡീസ് ടോയ്ലറ്റിനെ സൂചിപ്പിക്കുന്നത്, അതായത് യെല്ലോ. കളർ 1 റെഡും കളർ 2 യെല്ലോയും ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഷീറ്റ് റൂഫിങ്. നമുക്ക് ഷീറ്റ് റൂഫിങ് ഇപ്പോൾ സിംഗിൾ ഫാമിലിൻ്റെ മുകളിലൊക്കെ ഷീറ്റ് റൂഫിങ് വരുന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അടുത്ത എക്സിറ്റ് വിടുത്ത് ഫസ്റ്റ് പറയുന്നത് എക്സിറ്റ് വിടുത്ത് ഡോറാണ്. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ആദ്യം ഗ്രൗണ്ട് ഫ്ലോർ ചെയ്യാം. ഗ്രൗണ്ട് ഫ്ലോർ, സോറി, ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഫ്ലോറാണ്. നമുക്ക് 3 ഫ്ലോറിലും കാണിക്കാനുണ്ട്. 3 ഫ്ലോറിലും ആദ്യം ഡയമെൻഷൻ വരച്ചിടാം, അതിനുശേഷം ബാക്കി മാച്ചിങ് ഒക്കെ ലാസ്റ്റ് ചെയ്യാം.
ഇനി ഈ പറഞ്ഞ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഡയമെൻഷൻ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെത് ബ്ലോക്ക് 1 പോയിട്ട് സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത് ഫസ്റ്റ് ഫ്ലോറിൻ്റെത് മാച്ച് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ഫ്ലോറിൻ്റെത് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത എക്സിറ്റ് എടുത്ത് സ്റ്റെയർ ആണ് കേട്ടോ. സ്റ്റെയറിൻ്റെ എക്സിറ്റ് എടുത്ത് കാണിക്കാനാണ്. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റെയറിൻ്റെ വിടുത്തൊന്ന് ഡയമെൻഷനായിട്ട് കാണിക്കുക, ഫസ്റ്റ് ഫ്ലോറിൽ കാണിക്കുക, സെക്കൻഡ് ഫ്ലോറിൽ കാണിക്കുക. അപ്പോൾ ടെറസിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറിൻ്റെ വിടുത്തൊന്ന് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. ബാക്കി സ്റ്റെപ്സും കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാനില്ല കേട്ടോ. സ്റ്റെയർ ക്യാബിൻ നമ്മൾ നേരത്തെ മാച്ച് ചെയ്ത് കൊടുത്തതിൽ ഇവിടെ കാണിച്ചില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ടെറസ് ഫ്ലോർ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ തേർഡ് ഫ്ലോറിൽ മാച്ച് ചെയ്ത കാര്യങ്ങൾ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്കിത് ടെറസ് ഫ്ലോറാണ്, അപ്പോൾ ആ രീതിയിൽ റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെയർ ക്യാബിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈൻ കാണിച്ചിട്ടുണ്ട്. സെയിം ലൈൻ തന്നെ നമുക്ക് സ്റ്റെയർ ക്യാബിനായിട്ട് വരണം കേട്ടോ. ബിൽട്ടപ്പ് ഏരിയ ലൈൻ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റെയറിൻ്റെ ക്യാബിന് മാച്ച് ചെയ്യണ്ടല്ലോ, അതായത് ഈ പറഞ്ഞ ലെയറിൽ. ഞാൻ ആ സമയത്ത് സ്റ്റെയർ മാച്ച് ചെയ്ത സമയത്ത് വിട്ടുപോയതാണ്, പക്ഷേ ഇത് ഇപ്പോൾ പറഞ്ഞത് നന്നായി. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞ് നമ്മൾ വരച്ചിട്ടുള്ള ബിൽട്ടപ്പ് ഏരിയ ലൈനിൻ്റെ സെയിം ലൈൻ തന്നെ ആയിരിക്കണം സ്റ്റെയർ ക്യാബിനായിട്ട് മാച്ച് ചെയ്യുന്നത്. ഇനി ഇത് റീഡ് ചെയ്യുമ്പോൾ സ്റ്റെയർ ക്യാബിൻ, അതായത് ടെറസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഏരിയ ഒക്കെ അങ്ങനെ വരുള്ളൂ. നമ്മളിത് ഈ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എറേഴ്സ് വരും. മാത്രമല്ല, നമ്മളിനിപ്പോൾ ഉള്ളിലൊക്കെയാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഫ്ലോറായിട്ട് കണക്കാക്കും. ഇതിൻ്റെ ഹൈറ്റിൽ സ്റ്റെയർ ക്യാബിൻ ഉൾപ്പെടും. ഈ ഹൈറ്റിനനുസരിച്ചുള്ള സെറ്റ് ബാക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊന്നും വിട്ടുപോകരുത്. ഇതിൽ എറർ വരാതെ ചെയ്യാൻ പറ്റും. നമ്മൾ ഉള്ളിലൂടെയാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ എറേഴ്സ് ഒന്നും വരില്ല. പക്ഷേ ഇതിനൊരു ഫ്ലോറായിട്ട് റീഡ് ചെയ്യും. അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടി വരും. ഓക്കെ, അടുത്തത് നമുക്ക് ഇപ്പോൾ എക്സിറ്റ് എടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൽ സ്റ്റെയറിൻ്റെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ ബ്ലോക്ക് 1 ഗ്രൗണ്ട് ഫ്ലോറിൽ പറയുന്ന സ്റ്റെയറിൻ്റെ എക്സിറ്റ് എടുത്ത് നമ്മൾ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഡയമെൻഷനായിട്ട് മുമ്പ് വരച്ച് വെച്ചതാണ്. അടുത്ത ഫസ്റ്റ് ഫ്ലോർ മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത സെക്കൻഡ് ഫ്ലോർ മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത് സ്റ്റെയർ ക്യാബിനാണ് തേർഡ് ഫ്ലോർ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അത് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാസേജസ് നമ്മൾ ഇതുപോലെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓരോ വാർഡുകളിലേക്കും പോകുമ്പോൾ ഇതുപോലൊരു പാസേജ്. നമുക്കിപ്പോൾ ഈ കേസിൽ ഇതുപോലെ വരുന്നില്ല, വരാന്താസൊന്നും കോറിഡോഴ്സൊന്നും വരുന്നില്ല. പക്ഷേ നമുക്ക് സ്റ്റെയർ കയറാൻ വേണ്ടി പോകുന്നൊരു ചെറിയ പാസേജ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് സ്റ്റെയറിലോട്ടുള്ള പ്രവേശന മാർഗമായിട്ട് ഉപയോഗിക്കുന്ന പാസേജസ് സ്റ്റെയറിൻ്റെ വീതിനേക്കാളും കുറയാൻ പാടില്ല. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഫ്ലോറിലും ഈ പറഞ്ഞ പാസേജിൻ്റെ ലെയറിൽ ഒരു ഡയമെൻഷൻ വരയ്ക്കാനുണ്ട്. നമുക്ക് ഈ ഒരു പാസേജിലേക്ക് വന്നിട്ടാണ് സ്റ്റെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെയറിൻ്റെ വീതിനേക്കാളും കുറയാൻ പാടില്ല. നമുക്ക് സ്റ്റെയർ എടുത്ത് മിനിമം ഇത്ര വേണം എന്നുണ്ടല്ലോ, അത് എക്സിറ്റ് വിഡ്ത്തിനനുസരിച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അല്ലാതെ വെറുതെ 1.5 മീറ്റർ 2 മീറ്ററും കൊടുക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഇത് 1.20 മതിയാവും. നമുക്ക് മാൻഡേറ്ററി ആയിട്ട് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത്, എക്സിറ്റ് വിഡ്ത്തിനനുസരിച്ച് സ്റ്റെയർ വിഡ്ത്ത് കൂട്ടി കാണിക്കാം. അത് പലർക്കും അറിയാത്ത കാര്യമാണ്.
അറിയുന്നവർക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ 1.5 മീറ്ററാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ 1.5 മീറ്ററിന് പാസേജ് വേണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള പാസേജസ് 3 ഫ്ലോറിലും ഒരേ ലെയർ തന്നെ വരണം കേട്ടോ. ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ റാംപ്സ് ഫോർ ഡിസേബിൾഡ്, നമുക്ക് ആകെ ഒരു റാമ്പ് വരണുള്ളൂ ബ്ലോക്ക് 1-ൽ. അപ്പോൾ ഈ ടെക്സ്റ്റും ആ ലെയറും ഞാനൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗ്രൗണ്ട് ഫ്ലോറിൽ അതൊന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള സൈസിലേക്ക് ഒന്ന് സ്കെയിൽ ചെയ്യാം. വൺ ഇൻ 12 ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ള സ്ലോപ്പ്. മിനിമം അത് വേണം കേട്ടോ. റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ റാമ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. അതിന് ഈ പറയുന്ന റാമ്പിൻ്റെ ലെയറിലൊന്ന് മാച്ച് ചെയ്യുക. സെയിം ലെയറിൽ തന്നെ ഈ ടെക്സ്റ്റും ഒന്ന് മാച്ച് ചെയ്യട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻസ്, ഈ പറയുന്ന ലെയറിൽ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ബിൽഡിങ്ങിൽ കൊടുക്കണേ. ഫ്ലോർ പ്ലാനിൽ എവിടെയെങ്കിലും ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിലൊരു റെക്റ്റാങ്കിളും കൂടി വരയ്ക്കുകയാണ് ഞാൻ മുകളിലൂടെ. ഇപ്പോൾ ആദ്യം ലെയറൊക്കെ മാച്ച് ചെയ്യുന്നതിന് മുമ്പ് വരച്ചതാണ്. അപ്പോൾ ഇനി എറർ വരണ്ടെന്ന് കരുതി ഒരു റെക്റ്റാങ്കിളും കൂടി വരച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1-ൽ ഈ പറഞ്ഞ ലെയർ ഞാനൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ്, ഓരോ ഫ്ലോറിൽ നിന്ന് ഏറ്റവും കൂടുതൽ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോളി ലൈൻ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. നമുക്കിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കേസിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ദൂരം വരുന്ന റൂം. അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് ജസ്റ്റ് ഒരു ലൈനായിട്ട് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇവിടെ നിന്നായിരിക്കും ഏറ്റവും ദൂരം വരിക. സ്റ്റെയർ വഴിയാണല്ലോ നമുക്ക് ഇറങ്ങി പോകേണ്ടത്. അപ്പോൾ സ്റ്റെയറിലേക്ക് ഡൗൺ പോർഷനിലേക്ക് ലൈൻ വരച്ച് കാണിക്കുക. ഈ സെയിം ലൈൻ തന്നെ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലും വരിക. അടുത്ത് ടെറസ് ഫ്ലോറിൽ നമുക്ക് സ്റ്റെയറിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരിക ഇവിടെ നിന്നായിരിക്കും. അതും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ പറയുന്ന ലെയറിൽ മാച്ച് ചെയ്യുക. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെത് ട്രാവൽ ഡിസ്റ്റൻസ് കറക്റ്റ് നമ്മൾ വരച്ച് വെച്ച പോളി ലൈനിൽ മാച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫ്ലോർ മാച്ച് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ഫ്ലോർ മാച്ച് ചെയ്യുക. അടുത്ത് തേർഡ് ഫ്ലോറായിട്ട് നമ്മൾ മാച്ച് ചെയ്യുന്ന ടെറസ് ഫ്ലോർ. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതും ഒഴിവാക്കട്ടോ, നമുക്ക് വേണ്ട. അടുത്ത് കവറേജ് ആൻഡ് ഫുട് പ്രിൻ്റ്. നമ്മൾ ബിൽട്ടപ്പ് ഏരിയ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഒരു ലൈനും കൂടി കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ആ സമയത്ത് തന്നെ ഈ ഒരു ലൈനിനെ നമ്മൾ രണ്ടായിട്ടാണ് കോപ്പി ചെയ്തിട്ടിരുന്നത് ആ സമയത്ത്. അപ്പോൾ ആ ലൈൻ ഇതിൻ്റെ താഴെ കിടക്കുന്നുണ്ട്. നമ്മൾ അഡീഷണലായിട്ട് വരയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ തന്നെ കൃത്യമായിട്ട് പറയുന്നത് കോപ്പി ഓഫ് ദ ബിൽഡിംഗ് ഫുട് പ്രിൻ്റ്. അത് നമ്മൾ 2 തവണ ആയിട്ട് വരയ്ക്കുമ്പോഴൊക്കെയാണ് എറർ വരുന്നത്. ആ സമയത്ത് തന്നെ കോപ്പി ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വിഷയമില്ല. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ഈ പറഞ്ഞ ഫുട് പ്രിൻ്റ് ലൈന് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വന്ന് മാച്ചായി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടോ. ഉണ്ടോ, വന്നിട്ടുണ്ട്. അടുത്ത് ഫുട് പ്രിൻ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ലൈൻ. ഓക്കെ,
സെക്കൻഡ് ഫ്ലോർ ലൈൻ കേട്ടോ. ഓക്കെ, അടുത്ത് ടെറസ് ഫ്ലോർ, നമ്മൾ തേർഡ് ഫ്ലോർ ആയിട്ട് കാണിച്ച ടെറസ് ഫ്ലോർ. ഓക്കെ, അടുത്തത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ A1 റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത സെക്ഷനിൽ കാണിക്കാനുള്ള കാര്യങ്ങൾ കേട്ടോ. സെക്ഷനിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ആവറേജ്, പ്രപ്പോസ്ഡ് ആവറേജ് ഗ്രൗണ്ട് ലെവൽ, അതേപോലെ പ്രപ്പോസ്ഡ് റൂഫ് ലെവൽ കാണിക്കണം. പോളി ലൈൻ ഉപയോഗിച്ച് വരയ്ക്കരുത്. ഞാൻ ഓൾറെഡി ഇവിടെ ലൈന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്രൗണ്ട് ലെവൽ ഒന്നും കൂടി വരയ്ക്കുകയാണ്. റൂഫ് ലെവൽ സ്റ്റെയർ ക്യാബിൻ മാത്രമേ ഉള്ളൂ വെച്ചാൽ അത് വരയ്ക്കേണ്ട കേട്ടോ. സ്റ്റെയർ ക്യാബിൻ നമുക്ക് ബിൽഡിംഗ് ഹൈറ്റിൽ ഉൾപ്പെടാത്ത സംഭവമാണ്. ബ്ലോക്ക് 1ൻ്റെ ഗ്രൗണ്ട് ലെവൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലോക്ക് 1ൻ്റെ റൂഫ് ലെവൽ മാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നവരെ എല്ലാവരും കാണട്ടെ. കാരണം ഞാനിപ്പോൾ ചെയ്തതിലുള്ള മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രൂട്ടനി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം. ആ സമയത്ത് തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ വീഡിയോ നോക്കി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ സംഭവിച്ചാൽ അവർക്ക് തിരുത്തി പോകാനൊരു അവസരമാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നവരുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ലൈൻ ഉണ്ടെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കാണിക്കാനുള്ള ലെയറാണ്, സെക്ഷനിലാണ് കാണിക്കേണ്ടത്. അടുത്തത് ഫ്ലോർ ലെവലും സീലിംഗ് ലെവലും കാണിക്കണം, റൂം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പോളി ലൈൻ ഉപയോഗിച്ച് വരയ്ക്കരുത്, നോർമൽ ലൈൻ ഉപയോഗിച്ച് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെവൽ മാർക്ക് ചെയ്യുക, സീലിംഗ് ലെവൽ മാർക്ക് ചെയ്യുക. ഞാനിത് ആദ്യം വരച്ച് വെച്ച് കറക്റ്റ് ആയതുകൊണ്ടാണ് അതിന് മുകളിലൂടെ തന്നെ വരയ്ക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ, സീലിംഗ് ലെവൽ. അടുത്ത സെക്കൻഡ് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ, സെക്കൻഡ് ഫ്ലോറിൻ്റെ സീലിംഗ് ലെവൽ. അടുത്ത് ഹെഡ് റൂം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയർ ക്യാബിൻ്റെ ഹൈറ്റും കൂടി എടുക്കുന്നത്. അതിനുശേഷം കറക്റ്റ് ബ്ലോക്ക് 1ൻ്റെ ഫ്ലോർ ലെവൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ലെവലേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ലെവൽസൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ മാച്ച് ചെയ്ത് കൊടുത്തു. നേരെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സീലിംഗ് ലെവൽ, നേരെ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ. അതിന് താഴെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ സീലിംഗ് ലെവൽ. അടുത്ത് സെക്കൻഡ് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ. അത് സെക്കൻഡ് ഫ്ലോറിൻ്റെ സീലിംഗ് ലെവൽ. നമ്മൾ ഹെഡ് റൂം കണക്കാക്കാൻ സ്റ്റെയർ ക്യാബിൻ്റെ സീലിംഗ് ലെവലും ഫ്ലോർ ലെവലും മാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ഫ്ലോർ 3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫ്ലോർ 3ൽ ഫ്ലോർ ലെവൽ 1, അതേപോലെ ഫ്ലോർ 3ൻ്റെ സീലിംഗ് ലെവൽ 1. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് കളർ കോഡും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഹൈറ്റ് കറക്റ്റ് ആ ലൈന് ഫ്ലോർ ലെവലും സീലിംഗ് ലെവലും കറക്റ്റ് കളർ കോഡിൽ കൊടുക്കണം. AC റൂം ആണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ ഒക്യുപ്പൻസികൾക്ക് 3 എന്ന് പറയുന്ന കളർ കോഡ് ഉപയോഗിച്ച് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഇപ്പോൾ കറക്റ്റ് 3 മീറ്ററോ അതിൽ കൂടുതലോ ഹൈറ്റ് വരുന്ന കേസിൽ കൊമേഴ്ഷ്യൽ ഒക്യുപ്പൻസിക്ക് 2ാം നമ്പറിലുള്ള കളർ കോഡ് കൊടുത്താൽ മതി. ഇത് പലരും 3 ചെയ്ത് വെച്ചിട്ട് എറർ വരുന്നതായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2ാം നമ്പർ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ കൊടുത്തിട്ടുള്ള ഹൈറ്റുകളൊക്കെ കാണിക്കാം.
നമ്പർ 2 എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ് കേട്ടോ. നിങ്ങളിനി മാറിപ്പോകാതിരിക്കും ഇവിടെ വന്ന് നമ്പർ 2 അടിച്ച് ഓക്കെ കൊടുത്താലും മതി. ഇത് ഗ്രൗണ്ട് ലെവലിനും റൂഫ് ലെവലിനും മാച്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഈ പറയുന്ന ഫ്ലോർ ലെവൽ സീലിംഗ് ലെവലിന് മാത്രമാണ് ഈ കളർ കോഡ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ ലെയർ മാട്രിക്സിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പർജ് കൊടുക്കുക, പർജ് ഹോൾ കൊടുക്കുക, ക്ലോസ് ചെയ്യാം. പ്ലാൻ ഇൻഫോ ഫില്ല് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി അത് നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനിത് ഫില്ല് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഞാനിത് ഡയറക്റ്റ് ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് കാണിക്കാം. ഇതിലെന്തായാലും എറർ വരും. ഞാൻ 1-2 കാര്യങ്ങൾ ഇതിൽ വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോകാന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സമയത്ത് എന്തിൻ്റെ എററാണ് ഇത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്, അറിഞ്ഞ് ഒഴിവാക്കിയാണ്. അപ്പോൾ നമ്മളെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ലെവൽസ് മാർക്ക് ചെയ്യാനുള്ള അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സമയത്ത് തിരുത്തി കാണിച്ചു തരട്ടാ. അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് കാണാം. ഓക്കെ, നമുക്കിവിടെ റിജക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ 3 എറേഴ്സാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒരു കാര്യം തിരുത്തിയാൽ തന്നെ പോകുന്ന 3 എറേഴ്സ് ആട്ടോ. അതായത് ബ്ലോക്ക് 2ൻ്റെ ഹൈറ്റ് നമ്മൾ ബിൽഡിംഗ് ഹൈറ്റ് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു എറർ, 3ാമത്തെ എറർ വന്നിട്ടുള്ളത്. 2ാമത്തത് റൂഫ് ലെവൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, 1ാമത്തത് ഗ്രൗണ്ട് ലെവൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഈ ഗ്രൗണ്ട് ലെവലും റൂഫ് ലെവലും കാണിച്ചാൽ 3ാമത്തെ പോയിന്റും മാറി കിട്ടും. ഈ 2 ലൈന് വരച്ചാൽ ഈ 3 എറേഴ്സും പോകും കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ നമുക്കിപ്പോൾ ഈ ഡ്രോയിങ്ങിലുള്ളൂ. ഞാൻ അതും കൂടി ഒന്ന് തിരുത്തി കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ നമ്മളുടെ ലെയർ മാട്രിക്സിൻ്റെ ഡ്രോയിങ് ഓപ്പൺ ചെയ്ത് ബ്ലോക്ക് 2ൻ്റെ ആവറേജ് ഗ്രൗണ്ട് ലെവലും ബ്ലോക്ക് 2ൻ്റെ ആവറേജ് റൂഫ് ലെവലും ലെയറൊന്ന് കോപ്പി എടുക്കുന്നുണ്ട്. ഞാനിവിടെ വന്നിട്ട് ആ ലെയർ ഒന്ന് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഗ്രൗണ്ട് ലെവൽ മാച്ച് ചെയ്ത് കൊടുക്കുക, റൂഫ് ലെവൽ മാച്ച് ചെയ്ത് കൊടുക്കുക, ഒഴിവാക്കുക. സേവ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഞാൻ സ്ക്രൂട്ടനൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഡ്രോയിങ് ആക്സെപ്റ്റഡ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്ര ആയെന്ന് കരുതിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാതെ വിട്ടുപോരുതിട്ടാ. നമ്മൾ സ്ക്രൂട്ടിനി റിപ്പോർട്ട് കറക്റ്റ് നോക്കുക. എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഏരിയ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഡ്രോയിങ് പ്രകാരം തന്നെയാണോ, പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിൻ്റെ ഏരിയ കാണിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, കവേർഡ് ഏരിയ എങ്ങനെയാണ്, എല്ലാം ഒന്ന് ചെക്ക് ചെയ്യട്ടാ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ കണ്ടോ, എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഏരിയ ബിൽട്ടപ്പ് ഏരിയ 211.72 m². നമ്മളിവിടെ കൊടുത്തിട്ടുള്ള കറക്റ്റാണ്, 211.72. അടുത്തത് ഫ്ലോർ ഏരിയ 197.8 റെഡിയാണ്. അടുത്ത് പ്രപ്പോസ്ഡ് ബിൽട്ടപ്പ് ഏരിയ 424.41. നമ്മുടെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്, 424.41. ഇത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ഏരിയയും പ്രപ്പോസ്ഡ് ഏരിയയും കൂടി ടോട്ടൽ ചെയ്താണ് കേട്ടോ. അപ്പോൾ പ്രപ്പോസ്ഡ് ഫ്ലോർ ഏരിയ 375.69 ഉണ്ടോ, 375.69. നമ്മൾ ഓരോ ഫ്ലോർ വൈസ് ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. 121.36 ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഫ്ലോർ ഏരിയ കണ്ടോ, 121.36. അടുത്തത് 120.95. അടുത്തത് 120.66. അടുത്തത് 12.72. ഈ 12.72ൻ്റെ ഏരിയ നമ്മൾ കണ്ടോ, ഇവിടെ കറക്റ്റ് ടെറസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെറസ് ഫ്ലോറിൽ കാണിച്ചുള്ള സ്റ്റെയർ ക്യാബിൻ്റെ ബിൽട്ടപ്പ് ഏരിയയും സ്റ്റെയർ ക്യാബിൻ്റെ ഏരിയയും സെയിം ആയിരിക്കണം കേട്ടോ. ആ രീതിയിൽ വേണം വരയ്ക്കാൻ, എന്നാലേ ഇത് ഈ രീതിയിൽ വരുള്ളൂ. ഓക്കെ, ഇവിടെ എക്സിസ്റ്റിംഗ് ഏരിയൻ്റെ ഒക്യുപ്പൻസി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
സിംഗിൾ ഫാമിലിയാണ്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സിംഗിൾ ഫാമിലിയാണ്. പിന്നെ അതിൻ്റെ കണ്ടോ കാറ്റഗറി ഓഫ് കൺസ്ട്രക്ഷൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് നോട്ട് ഫോർ പെർമിറ്റ്. ഹൈറ്റ് വന്നിട്ടുണ്ട് 9.06. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം PDF ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. സൈറ്റ് പ്ലാന് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്ലാരിറ്റി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സർവീസ് പ്ലാന് കറക്റ്റ് വന്നിട്ടുണ്ട്. ബിൽഡിംഗ് പ്ലാനിലാണ് പാർക്കിംഗ് പ്ലാൻ കയറി വരും കേട്ടോ. അതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലോർ പ്ലാൻസ് കറക്റ്റായി വന്നിട്ടുണ്ട്. യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് കറക്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. സ്ക്രൂട്ടനൈസ് പാസ്സായി, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ സ്ക്രൂട്ടനൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ലെയേഴ്സ് കൃത്യമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആ കൊടുത്ത രീതി, അതായത് ഇപ്പോൾ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ആണ്. നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടും ഫസ്റ്റും മാത്രമേ നമ്മൾ ബിൽട്ടപ്പ് ഏരിയ ലൈന് വരച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലും കൂടി കൊണ്ടുപോയിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിന്റെ ബിൽട്ടപ്പ് ഏരിയ ലൈന് വരച്ചു. അങ്ങനെയാണെങ്കിൽ സ്ക്രൂട്ടനൈസിലൊന്നും എറേഴ്സും കാര്യങ്ങളും വരില്ല. അതൊക്കെ പിന്നെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഏരിയ എഴുതിയെടുത്തും ഫ്ലോറിന്റെ എണ്ണം ഇപ്പോൾ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് കാണിക്കേണ്ട കൊടുത്ത് ഗ്രൗണ്ട് ഫസ്റ്റ് മാത്രമേ വരുള്ളൂ. സെക്കൻഡ് ഫ്ലോറിന്റെ ഏരിയയും കൂടി ഫസ്റ്റ് ഫ്ലോറിൽ ആഡ് ആയി വരും. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ജനറേറ്റ് ചെയ്ത് വരുന്ന PDF, അതായത് സ്ക്രൂട്ടനി റിപ്പോർട്ടും കൂടി വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ അതൊന്നും ചെക്ക് ചെയ്യാതെയാണ് ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ ഓവർസിയറുടെ കൈകളിലാണ്. ഓവർസിയർ ചെക്ക് ചെയ്യും. ഓവർസിയർക്കും കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതൊക്കെ പിന്നീട് ഭാവിയിൽ പ്രശ്നങ്ങളായി വരും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആണെന്നൊന്ന് റീചെക്ക് ചെയ്തതിനു ശേഷം മാത്രം അപേക്ഷ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്